നമുക്കിന്ന് മറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് പരിചയപ്പെടാം. എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്സ്പെൻസസ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. എക്സ്പെൻസസ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതുക. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ആഡ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ്. എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് for the current year or closing date. നമ്മൾ കഴിഞ്ഞ സബ്സ്ക്രിപ്ഷനിൽ പഠിച്ച പോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി കറന്റ് ഇയർ ഓർ ക്ലോസിംഗ് ഡേറ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പഠിച്ചത്. അതുപോലെ അത് മാറ്റിയിട്ട് ഇവിടെ എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി കറന്റ് ഇയർ ഓർ ക്ലോസിംഗ് ഡേറ്റ് ഇന്നർ കോളത്തിൽ എമൗണ്ട് എഴുതുക. then അടുത്ത് ആഡ് ചെയ്യേണ്ടത് expenses paid in advance. Expenses paid in advance expenses paid in advance in the previous year. In the previous year or opening date. ഈ രണ്ട് ഐറ്റം ആഡ് ചെയ്യേണ്ടതാണ്. ആ രണ്ട് ഐറ്റവും നമ്മൾ ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. എന്നിട്ട് നമ്മൾ ആദ്യം എഴുതിയ പെയ്ഡ് എക്സ്പെൻസസ് പെയ്ഡ് എന്ന് പറയുന്ന ആ എമൗണ്ടിന്റെ കൂടെ ഈ ഐറ്റവും കൂടി ആഡ് ചെയ്തിട്ട് താഴെ എഴുതുക. അതിനുശേഷം ലെസ് ചെയ്യേണ്ടത് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് for the previous year. For the previous year or opening date. അതും ഇന്നർ കോളത്തിൽ എഴുതുന്നു. അതിനുശേഷം അടുത്ത ലെസ് ചെയ്യേണ്ട ഐറ്റം എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് in the current year or closing date. ഈ രണ്ട് എമൗണ്ട് കൂടി ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. എന്നിട്ട് ഇവിടെ കിട്ടിയ ഈ എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് ലെസ് ചെയ്യണം. ലെസ്സാണ് ചെയ്യേണ്ടത്, ആഡ് അല്ല, ലെസ്സാണ് ചെയ്യേണ്ടത്. ഈ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നതുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒന്നുകൂടി പറയാം. എക്സ്പെൻസസ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ഏതാണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാലറി പെയ്ഡ് 2014 എന്ന് പറഞ്ഞിട്ട് തന്ന എമൗണ്ട്, അപ്പോൾ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് പെയ്ഡ് തന്നിട്ടുണ്ട്. ആ എമൗണ്ട് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക്. ഇനി സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 31 ഡിസംബർ 2014 എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ഡേറ്റിന് 31 ഡിസംബർ 2014 എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് 31 ഡിസംബർ 2014 എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് ഡേറ്റിന് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അത് നമ്മൾ ആഡ് ചെയ്യാം. അതുപോലെ എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ ദി പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 31/12/2013 അഡ്വാൻസ് കൊടുക്കുന്നു. 2013 എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ വർഷമാണ്, പ്രീവിയസ് ഇയർ ആണ്. ആ പ്രീവിയസ് ഇയറിൽ അഡ്വാൻസ് കൊടുത്തതും നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പോൾ ആഡ് ചെയ്യേണ്ട രണ്ട് ഐറ്റം കറന്റ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത്, പ്രീവിയസ് ഇയറിൽ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ എഴുതുക. എന്നിട്ട് ഈ എമൗണ്ടിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്തിട്ട് താഴെ എഴുതുക. അതിനുശേഷം ലെസ് ചെയ്യേണ്ട ഐറ്റം എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി പ്രീവിയസ് ഇയർ, കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ 2013 ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, അത് നമ്മൾ കഴിഞ്ഞ വർഷം ആഡ് ചെയ്ത് പോയിട്ടുണ്ടാവും, അതുകൊണ്ട് ഇവിടെ ലെസ് ചെയ്യണം. അപ്പോൾ ആ ഐറ്റം ലെസ് ചെയ്യുന്നു. പിന്നെ എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദി കറന്റ് ഇയർ ഓർ ക്ലോസിംഗ് ഡേറ്റ് 31/12/2014 നമുക്ക് 15 പൈസ എക്സ്പെൻസ് കൊടുത്തു നമ്മൾ.
2015 എക്സ്പെൻസ് നമ്മൾ 14 കൊടുക്കും. അതാണ് കറന്റ് ഇയറിൽ അഡ്വാൻസ് കൊടുത്തത് അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റിൽ അഡ്വാൻസ് കൊടുത്തത് എന്ന് പറയുന്നത്. ആ എമൗണ്ട് രണ്ടും ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ എഴുതുക. എന്നിട്ട് ഈ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്തിട്ട് ഈ എമൗണ്ട് ഇവിടെ എഴുതുക. ഇങ്ങനെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഈ ഐറ്റം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അടുത്തതായി നമുക്ക് മറ്റൊരു ഐറ്റം സ്റ്റേഷനറിയുടേതാണ്. സ്റ്റേഷനറി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ആണ് സ്റ്റേഷനറി ആയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് അതാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. ആദ്യം നമ്മൾ എഴുതേണ്ട ഐറ്റം പേയ്മെന്റ് മെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് സ്റ്റേഷനറി ആസ് പെർ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പേയ്മെന്റ് സൈഡിൽ നമുക്ക് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്റ്റേഷനറി പർച്ചേസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തരും. ആ എമൗണ്ട് ആണ് നമ്മൾ ആദ്യമായിട്ട് ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. പേയ്മെന്റ് മെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നിശ്ചിത വർഷം ചെലവഴിച്ച തുകയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട രണ്ട് ഐറ്റം, ഒന്ന് ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആ ഐറ്റം ഇന്നർ കോളത്തിൽ എഴുതുക. പിന്നെ ഒന്ന് ആഡ് ചെയ്യേണ്ടത് ആഡ് എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി. ഈ രണ്ട് ഐറ്റമാണ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യാം. ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന് ഒരേ ഒരു ഐറ്റം മാത്രമേ നമ്മൾ ലെസ് ചെയ്യേണ്ടതുള്ളൂ. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആ എമൗണ്ട് നേരിട്ട് ഔട്ടർ കോളത്തിൽ എഴുതിയിട്ട് ലെസ് ചെയ്യാം. ലെസ്സാണ് ചെയ്യേണ്ടത്, ആഡ് അല്ല. ഈ എമൗണ്ടിൽ നിന്ന് ഇത് കുറച്ചിടുക അല്ലെങ്കിൽ മൈനസ് ചെയ്തിടുക. കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒന്നുകൂടി ആവർത്തിക്കാം. പേയ്മെന്റ് മെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് സ്റ്റേഷനറി ആസ് പെർ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ നമുക്ക് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് തരുന്ന എമൗണ്ടോ അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് തരുന്ന എമൗണ്ടോ ആണ് ആദ്യം നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 1/1/2015 ഇത് ഓപ്പണിംഗ് ഡേറ്റ് ആണ്. ആ ഓപ്പണിംഗ് ഡേറ്റിന് തരുന്ന സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഉണ്ടാവും. ഇപ്പോൾ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 1/1/2015 അത് ഓപ്പണിംഗ് ആണ്. കാരണം ഡേറ്റ് 1/1 ആണ്. 1/1 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റ് ആണ്. ഇനി 31/12/2015 എന്നാണ് പറഞ്ഞു തരുന്നതെങ്കിൽ അത് ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറയുന്ന ഈ എമൗണ്ട് ഇവിടെ ഫോർ എക്സാമ്പിൾ 500 രൂപ നമുക്ക് 31/12/2015 തന്നെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് 500 നമ്മൾ എടുക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 100 ആണ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ 1/1/2015 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ അത് നമ്മൾ 100 ആഡ് ചെയ്യാം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ലെസ് ചെയ്യുക. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റം എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേഷനറി വാങ്ങിച്ചു, പൈസ കൊടുത്തിട്ടില്ല, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയും നമുക്കതിനെ. എമൗണ്ട് ഡ്യൂ ഫോർ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി സാധനം വാങ്ങിച്ചു പക്ഷെ പണം കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാത്ത എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യാം. ഈ രണ്ട് ഐറ്റം ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ലെസ് ചെയ്യുക. ഇങ്ങനെയാണ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് ഡേറ്റിന് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അത് നമ്മൾ ആഡ് ചെയ്യാം. അതുപോലെ എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ ദി പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 31/12/2013 അഡ്വാൻസ് കൊടുക്കുന്നു. 2013 എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ വർഷമാണ്.
പ്രീവിയസ് ഇയർ ആണ്. ആ പ്രീവിയസ് ഇയറിൽ അഡ്വാൻസ് കൊടുത്തതും നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പോൾ ആഡ് ചെയ്യേണ്ട 2 ഐറ്റം കറന്റ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അത്, പ്രീവിയസ് ഇയറിൽ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ എഴുതുക. എന്നിട്ട് ഈ എമൗണ്ടിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്തിട്ട് താഴെ എഴുതുക. അതിനുശേഷം ലെസ് ചെയ്യേണ്ട ഐറ്റം എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദി പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത്, ഫോർ എക്സാമ്പിൾ 2013 ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു, അത് നമ്മൾ കഴിഞ്ഞ വർഷം ആഡ് ചെയ്ത് പോയിട്ടുണ്ടാവും, അതുകൊണ്ട് ഇവിടെ ലെസ് ചെയ്യണം. അപ്പോൾ ആ ഐറ്റം ലെസ് ചെയ്യുന്നു. പിന്നെ എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദി കറന്റ് ഇയർ ഓർ ക്ലോസിംഗ് ഡേറ്റ് 31/12/2014 നമുക്ക് 15 പൈസ എക്സ്പെൻസ് കൊടുത്തു. നമ്മൾ 2015 എക്സ്പെൻസ് നമ്മൾ 14 കൊടുത്തു. അതാണ് കറന്റ് ഇയറിൽ അഡ്വാൻസ് കൊടുത്തത് അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റിൽ അഡ്വാൻസ് കൊടുത്തത് എന്ന് പറയുന്നത്. ആ എമൗണ്ട് രണ്ടും ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ എഴുതുക. എന്നിട്ട് ഈ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്തിട്ട് ഈ എമൗണ്ട് ഇവിടെ എഴുതുക. ഇങ്ങനെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഈ ഐറ്റം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്.